ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഒരു ഹോണ്ട ഡിയോ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോയിട്ട് വണ്ടി വന്നേർന്നതാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ എഞ്ചിനിൽ ഓയിൽ ഉണ്ടായില്ല. അപ്പോൾ ഓയിൽ ഇല്ലാതെ കൊണ്ട് പിസ്റ്റൺ പിടിച്ചേക്കണതാണ് ശരിക്കും കംപ്ലൈൻറ്റ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ നല്ല രീതിയിൽ തന്നെ ഉരുക്കി പിടിച്ചേക്കാം. ഇതാണ് പിസ്റ്റൺ, അലുമിനിയം പിസ്റ്റണാണ് നമുക്ക് വരാം. അത് ശരിക്കും പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ബോറിനകത്ത് ഉരുകി പിടിച്ചൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം അത്രയ്ക്കും ഹീറ്റായിട്ട് വണ്ടി ഓടി, ഓയിലുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ മെയിനായിട്ട് ആ കംപ്ലൈൻറ്റ് വന്നത്. സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവും. കാരണം ഞാൻ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ സിലിണ്ടറും പിസ്റ്റണും മാത്രമല്ല അതിൻ്റെ കംപ്ലയിൻറ്റ് വന്നേക്കണേ. ഇത് നോക്കുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ആ ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം ഡാമേജിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്കത് ചെയ്യണ സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയിടാം, അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ മാറ്റി കളയാം. അതേപോലെ വന്ന ഒരു ഐറ്റമാണ് ഹെഡിനകത്ത് വന്ന വാൽവ്. ഈ വാൽവ് അത്യാവശ്യം നമുക്ക് ഉപയോഗത്തിൽ വന്നിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓയിലില്ലാണ്ട് വണ്ടി ഓടുമ്പോൾ കൂടുതലായിട്ട് ചൂടാവും. കാരണം കഴിഞ്ഞാൽ കൂളിംഗ് സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യില്ല. ഓയിൽ ലൂബ്രിക്കേഷനേക്കാളും ഒരു കൂളിങ്ങിൻ്റെ ഒരു റോളും കൂടി ചെയ്യേണ്ട അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വണ്ടി ഓവറായിട്ട് ചൂടാകുമ്പോൾ ഈ മെറ്റൽ ടു മെറ്റൽ വന്ന കോണ്ടാക്റ്റിൽ ഫുള്ള് ചൂടാവുകയും ആ ഭാഗങ്ങളിൽ കൂടുതൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുകയും തേയ്മാനം വരികയും ചെയ്യും. അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ ഈ വാൽവിൻ്റെ ഗൈഡൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങടേക്കുള്ള ഭാഗം ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് പോയാലാണ് നമുക്കൊരു 100% നമുക്കൊരു പെർഫെക്റ്റായിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് എൻജിൻ ഭാഗം 3 രീതിയിൽ നമുക്ക് തിരിക്കാം. ഒന്ന് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, ഹെഡ് അടങ്ങുന്ന ഒരു യൂണിറ്റ്, ഡ്രൈ ക്ലച്ച് അടങ്ങുന്ന വേറൊരു യൂണിറ്റായിട്ട് കണക്ക് കൂട്ടാം. ഗിയർ ബോക്സ്, ഗിയർ ട്രാൻസ്മിഷൻ വന്ന വേറൊരു യൂണിറ്റായിട്ട്. ഇത് മൊത്തത്തിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മെയിനായിട്ട് വന്നേക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് മുതലുള്ള ഭാഗങ്ങൾക്കാണ് കംപ്ലയിൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിന് തന്നെ ഏകദേശം ഒരു 4000-4300 നമുക്കിതിന് കോസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റായിട്ട് മാറ്റണം. അതേപോലെ വാൽവ് നമുക്ക് മാറ്റിയിട്ട് ലേത്തി കൊടുത്തിട്ട് അതിൻ്റെ ഗൈഡൊക്കെ മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. നിലവിൽ മറ്റേ ക്യാം ഷാഫ്റ്റ് സാധാരണ അങ്ങനെ വരുമ്പോൾ ക്യാം ഷാഫ്റ്റ് ബെയറിങ്ങൊക്കെ കംപ്ലയിൻറ്റ് വരാറുള്ളതാണ്. അപ്പോൾ ഇത് വന്നിട്ടില്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ ഹെഡിൻ്റെ ആയാലും റോക്ക് റാമുകൾക്കായാലും വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിലവിൽ വന്നേക്കുന്ന ഭാഗം ഇത്രയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമ്മളിപ്പോൾ അത്രയും ഭാഗം നമ്മൾ ചെയ്തു വരുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് ഒന്ന് നോക്കാം. എസ്റ്റിമേറ്റ് പ്രകാരം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. കാരണം റിപ്ലൈ കിട്ടിയാലാണ് നമ്മളത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ട് വേണം നമുക്കത് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഞാനപ്പോൾ നിലവിലിപ്പോൾ പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ.